ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ AAP നശിക്കുകയാണ്. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് BJPയുടെ കുതന്ത്രം തന്നെയാണോ? ആം ആദ്മി ചീഞ്ഞു, BJPക്ക് വളമായി. കേജ്രിവാൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി ഒന്നും സൗജന്യം കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ പണിയെടുത്തതൊക്കെ താമരയ്ക്ക് വിരിയാനുള്ള ചതുപ്പുണ്ടാക്കുകയായിരുന്നു എന്ന് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് വരെ മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ചൂലുമെടുത്ത് പാർട്ടി ഓഫീസിലെ പൊടി തട്ടാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അധികം വൈകാതെ തന്നെ കേജ്രിവാളും BJPയിലേക്ക് എത്തിയാലും അതിശയപ്പെടാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ തീച്ചൂളയിൽ നിന്ന് ഉദയം ചെയ്ത ആം ആദ്മി പാർട്ടി ഇന്ന് അതിന്റെ നിലനിൽപ്പിനായുള്ള കഠിനമായ പോരാട്ടത്തിലാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മൂന്നാം ബദൽ എന്ന പ്രതീക്ഷ ഉണർത്തിയ കേജ്രിവാളിന്റെ പാർട്ടി ഇന്ന് ആന്തരിക കലഹങ്ങളാലും അഴിമതി ആരോപണങ്ങളാലും തളർന്നിരിക്കുന്നു എന്ന വാദത്തിന് സമീപകാല സംഭവങ്ങൾ ബലമേകുന്നുണ്ട്. പാർട്ടിയുടെ നട്ടെല്ലായിരുന്ന പ്രമുഖ നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് ചേക്കേറുന്നത് AAP എന്ന രാഷ്ട്രീയ പരീക്ഷണം പരാജയപ്പെടുന്നു എന്നതിന്റെ സൂചനയാണോ എന്ന ചോദ്യം വളരെ പ്രസക്തവുമാണ്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം AAPയുടെ രാജ്യസഭാ MPമാരായ രാഘവ് ചന്ദ, സന്ദീപ് പഥക് ഉൾപ്പെടെയുള്ള 7ഓളം പ്രമുഖ നേതാക്കൾ BJPയിൽ ചേർന്നിരിക്കുന്നത് പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ 10 രാജ്യസഭാ അംഗങ്ങളിൽ 3ൽ 2 ഭാഗവും മറുകണ്ഠം ചാടിയത് ഭരണഘടനാപരമായ അയോഗ്യതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കം കൂടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അഴിമതി നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് രൂപീകരിച്ച ഒരു പ്രസ്ഥാനം ഇന്ന് അഴിമതിക്കാരുടെ പിടിയിലാണ് എന്നതും തത്വത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്നും ആരോപിച്ചാണ് ഇവർ BJP പാളയത്തിൽ എത്തിയിട്ടുള്ളത്. AAP നേരിടുന്ന ഈ തകർച്ച BJPക്ക് വലിയ രാഷ്ട്രീയ വളമായിട്ടാണ് മാറുന്നത്. ഡൽഹിയിലും പഞ്ചാബിലും BJPക്ക് വെല്ലുവിളിയായി നിന്നിരുന്ന AAP നേതാക്കളുടെ ഈ മാറ്റം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകവുമാണ്. NDAയുടെ രാജ്യസഭയിലെ അംഗബലം വർദ്ധിക്കാനും ഇത് കാരണമാകും. തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളെ ദുർബലപ്പെടുത്തുക എന്ന BJPയുടെ തന്ത്രത്തിന് AAPക്കുള്ളിലെ തന്നെ അതൃപ്തിക്ക് എളുപ്പ വഴിയായി മാറി എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഭരണവിരുദ്ധ വികാരം, പ്രധാന നേതാക്കൾക്കെതിരെയുള്ള ED, CBI അന്വേഷണങ്ങൾ, പഞ്ചാബിലെ ഭരണപരമായ വെല്ലുവിളികൾ എന്നിവ AAPയെ പ്രതിരോധത്തിലാക്കിയ ഘടകങ്ങളാണ്. തങ്ങളെ തകർക്കാൻ BJP ഓപ്പറേഷൻ ലോട്ടസ് പ്രയോഗിക്കുന്നുവെന്ന് AAP ആരോപിക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. യോഗേന്ദ്ര യാദവ്, പ്രശാന്ത് ഭൂഷൺ തുടങ്ങിയ സ്ഥാപക നേതാക്കളുടെ പുറത്താക്കൽ മുതൽ തുടങ്ങിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇപ്പോൾ രാജ്യസഭാ അംഗങ്ങളുടെ കൂട്ടക്കൊഴിഞ്ഞു പോക്കലിലാണ് എത്തിയിരിക്കുന്നത്. മൂല്യങ്ങൾ അടിയറവ് വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളും അധികാരത്തിനായുള്ള ഒത്തുതീർപ്പുകളും ഒരു കാലത്ത് AAPയെ വിശ്വസിച്ച സാധാരണക്കാരെ നിരാശരാക്കുകയാണ്. രാഷ്ട്രീയത്തിലെ ഈ ചീഞ്ഞഴുകൽ സ്വാഭാവികമായും എതിരാളികൾക്ക് വളമാകുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം വ്യക്തമാകുന്നത്. അത് അവർ എതിർത്തിരുന്ന BJPക്കാണ് എന്നതാണ് മറ്റൊരു സത്യം. പാർട്ടിയുടെ അടിസ്ഥാന ആദർശങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ AAPയുടെ പ്രസക്തി ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ അധികകാലം വേണ്ടി വരില്ല എന്ന വിലയിരുത്തലുകളിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും. കുറച്ചു കാലത്തേക്ക് മാത്രം ഒരു ഓളം ഉണ്ടാക്കി എന്നല്ലാതെ ഒന്നും ചെയ്യാൻ ആം ആദ്മിക്ക് പറ്റിയിട്ടില്ല എന്ന കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ക്ഷേമ പദ്ധതി അഴിമതിരഹിതം എന്നായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. അഴിമതിയുടെ കാര്യത്തിൽ സംശയമുണ്ട് എങ്കിലും ക്ഷേമ പദ്ധതികളുടെ പേരിൽ അവർ സൗജന്യ പദ്ധതികൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണ് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന രാജ്യ തലസ്ഥാനം അവർക്ക് ലഭിക്കുന്നത് പോലും. ഫലത്തിൽ അതും BJPക്ക് അനുഗ്രഹമായി മാറി. ശേഷം AAPയിൽ നിന്ന് പുഷ്പം പോലെയാണ് അവർ അത് സ്വന്തമാക്കിയത്. ഡൽഹിയിൽ കോൺഗ്രസിന്റെ സുശക്തമായ വോട്ട് ബാങ്ക് ആയിരുന്നു AAP പിടിച്ചെടുത്തിരുന്നത്. ഷീലാ ദീക്ഷിത് സർക്കാരിന്റെ കാലത്തെ വികസന നേട്ടങ്ങളെക്കാൾ സാധാരണക്കാരെ സ്വാധീനിച്ച സൗജന്യ വൈദ്യുതി, വെള്ളം തുടങ്ങിയ വാഗ്ദാനങ്ങൾ AAPക്ക് വലിയ വിജയം നൽകി. എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഭദ്രതയേക്കാൾ പെട്ടെന്നുള്ള ഓളങ്ങൾക്കാണ് പാർട്ടി പ്രാധാന്യം നൽകിയത് എന്നാണ് വിമർശനം ശരിവെക്കുന്നത്. എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഭദ്രതയേക്കാൾ പെട്ടെന്നുള്ള ഒരു ഓളത്തിന് വേണ്ടി മാത്രമാണ് പാർട്ടി പ്രാധാന്യം നൽകിയത് എന്ന വിമർശനം ശരിവെക്കുന്നതാണ് പിന്നീടുള്ള സംഭവങ്ങളൊക്കെയും. അഴിമതിരഹിത ഭരണം എന്ന പ്രതിച്ഛായയിൽ വന്നവർ തന്നെ മദ്യനയ അഴിമതി ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളിൽ അകപ്പെട്ടത് പാർട്ടിയുടെ വിശ്വാസ്യത പാടെ തകർത്തു. പക്ഷേ അത് BJP ഒരുക്കിയ കെണിയാണ് എന്നതാണ് മറ്റൊരു സത്യം. ഈ സാഹചര്യം BJPക്ക് വലിയ രാഷ്ട്രീയ ലാഭം തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തത്. കോൺഗ്രസ് ഡൽഹിയിൽ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായതോടെ പ്രധാന പ്രതിപക്ഷമായി AAP മാറി. എന്നാൽ AAPയിൽ ഉണ്ടായ ആഭ്യന്തര തർക്കങ്ങളും അഴിമതി ആരോപണങ്ങളും നേതാക്കളുടെ കൂട്ടത്തോടെയുള്ള BJP പ്രവേശനവും ആ രാഷ്ട്രീയ ശൂന്യതയിലേക്ക് BJPക്ക് എളുപ്പത്തിൽ കടന്നു കയറാനുള്ള വഴിയാണ് ഒരുക്കി കൊടുത്തത്.
ഒരു ബദൽ രാഷ്ട്രീയ ശക്തിയായി വളരാൻ കെൽപ്പില്ലാത്ത വിധം AAP ദുർബലമായപ്പോൾ അവർ പടുത്തുയർത്തിയ വോട്ട് ബാങ്കും സ്വാധീനവും BJPക്ക് പുഷ്പം പോലെ സ്വന്തമാക്കാൻ സാധിച്ചു എന്നത് വസ്തുത തന്നെയാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കോൺഗ്രസിനെ തകർക്കാൻ AAP ഉണ്ടാക്കിയ തരംഗം അത്യധികമായിട്ട് BJPയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് എളുപ്പ വഴി ഒരുക്കി കൊടുത്തു എന്നതാണ് സത്യം.